ഫോണിലെ ഒരു ആപ്പ് തുറന്ന് 5-10 മിനിറ്റിനുള്ളിൽ 50,000 രൂപയുടെ ക്രെഡിറ്റ് ലിമിറ്റ് വാങ്ങുകയും അതിൽ നിന്ന് അത്യാവശ്യം 10,000 രൂപ പിൻവലിച്ച് അടുത്ത മാസം തിരിച്ചടച്ച് വീണ്ടും ആ ലിമിറ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഫ്ലെക്സി ലോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്രെഡിറ്റ് ലൈൻ എന്ന് വിളിക്കുന്ന ഈ സൗകര്യങ്ങൾ ഇനി അധിക നാൾ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന ഇത്തരം റിവോൾവിംഗ് ക്രെഡിറ്റ് സൗകര്യങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ പുതിയ കരട് രേഖ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി മുതൽ NBFCകൾക്ക് കൃത്യമായ EMI അഥവാ ഗഡുക്കളുള്ള സാധാരണ ടേം ലോണുകൾ മാത്രമേ നൽകാൻ സാധിക്കൂ എന്ന് RBIയുടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഡിറക്ഷൻ ഭേദഗതിയുടെ കരട് രേഖ വ്യക്തമാക്കുന്നു. എന്താണ് റിസർവ് ബാങ്കിന്റെ ഈ പുതിയ നീക്കം? നിങ്ങളും ഞാനും ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളെയോ ലോൺ ആപ്പുകളെയോ ഇത് എങ്ങനെ ബാധിക്കും? നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. എന്തുകൊണ്ടാണ് RBI പെട്ടെന്ന് ഈ നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കാൻ ഈ രണ്ട് വായ്പാ രീതികളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റിവോൾവിംഗ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ നിങ്ങൾക്ക് ഒരു നിശ്ചിത ക്രെഡിറ്റ് ലിമിറ്റ് അനുവദിച്ചു തരുന്നു. ഉദാഹരണത്തിന് 50,000 രൂപ. അതിൽ നിന്ന് നിങ്ങൾ 20,000 രൂപ പിൻവലിക്കുന്നു. അടുത്ത മാസം ആ 20,000 തിരിച്ചടച്ചാൽ നിങ്ങളുടെ ലിമിറ്റ് വീണ്ടും 50,000 പുനഃസ്ഥാപിക്കപ്പെടും. ഇത് വീണ്ടും നമുക്ക് പിൻവലിക്കാം. ടേം ലോൺ ഒരു നിശ്ചിത തുക, ഉദാഹരണത്തിന് 1,00,000 ഒറ്റയടിക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വായ്പയെത്തിയിരുന്നു. ഇത് കൃത്യമായ തിരിച്ചടവ് ഷെഡ്യൂൾ അനുസരിച്ച് അടച്ചു തീർക്കണം. ഇതിൽ പണം തിരിച്ചടച്ചാലും ആ തുക വീണ്ടും പിൻവലിക്കാൻ സാധിക്കില്ല. വായ്പ അടച്ചു തീർന്നാൽ ആ ഇടപാട് അവിടെ അവസാനിക്കും. RBIയുടെ പുതിയ നിർദ്ദേശപ്രകാരം NBFCകളും അവരുമായി സഹകരിക്കുന്ന ഫിൻടെക് ആപ്പുകളും ഇനി ടേം ലോണുകൾ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഒരു തവണ തിരിച്ചടച്ച മുതലിന്റെ തുക വീണ്ടും വായ്പയായി പിൻവലിക്കാൻ അനുവദിക്കുന്ന റിവോൾവിംഗ് ക്രെഡിറ്റ് പൂർണ്ണമായി തടയുകയാണ് RBI ലക്ഷ്യം വെക്കുന്നത്. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് കടുത്ത തീരുമാനമെടുത്തതെന്ന് നമ്മൾ അറിയണം. സാമ്പത്തിക വിപണി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, കടക്കെണിയിൽ നിന്നുള്ള സംരക്ഷണം. ക്രെഡിറ്റ് ലൈനുകളും ബൈ നൗ പേ ലേറ്റർ ആപ്പുകളും ആളുകൾക്ക് എളുപ്പത്തിൽ പണം ലഭ്യമാക്കുന്നു. എന്നാൽ പണം തിരിച്ചടയ്ക്കുമ്പോൾ വീണ്ടും വിനിമയം ചെയ്യാമെന്നത് ഉപഭോക്താക്കളെ വീണ്ടും നിരന്തരം കടം വാങ്ങുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, മറഞ്ഞിരിക്കുന്ന നിരക്കുകളും ഉയർന്ന പലിശയുമാണ്. പല ഫിൻടെക് NBFC ആപ്പുകളും ക്രെഡിറ്റ് ലൈനുകൾക്ക് 24% മുതൽ 36% വരെ ഉയർന്ന പലിശയും വലിയ ഹിഡൻ ചാർജുകളും ഈടാക്കാറുണ്ട്. മറ്റൊന്ന്, ടേം ലോണുകൾ ആകുമ്പോൾ ഉപഭോക്താവിന് താൻ ആകെ എത്ര രൂപ വായ്പ എടുത്തു, എത്ര EMI അടയ്ക്കണം എന്ന് വായ്പ പൂർണ്ണമായി തീരുമെന്നും കൃത്യമായ ബോധ്യമുണ്ടാകും. ഈ വാർത്ത കേൾക്കുമ്പോൾ പലർക്കുമുള്ള പ്രധാന സംശയം കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇനി എങ്ങനെ പ്രവർത്തിക്കും എന്നതായിരിക്കും. എന്നാൽ അത് പേടിക്കേണ്ടതില്ല. റിസർവ് ബാങ്കിന്റെ ഈ പുതിയ നിയന്ത്രണങ്ങളിൽ നിന്ന് ക്രെഡിറ്റ് കാർഡുകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതിയോടെ ക്രെഡിറ്റ് കാർഡുകൾ പുറത്തിറക്കാൻ അധികാരമുള്ള NBFCകൾക്കും ബാങ്കുകൾക്കും തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ തുടരാം. കാരണം ക്രെഡിറ്റ് കാർഡിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ റിവോൾവിംഗ് ക്രെഡിറ്റിംഗ് ആണ്. ബാങ്കുകൾ നൽകുന്ന സാധാരണ ഓവർഡ്രാഫ്റ്റ് സൗകര്യങ്ങളും ഈ പുതിയ ചട്ടങ്ങളൊന്നും ഇതിനെ ബാധിക്കില്ല. സാധാരണക്കാരുടെ പോക്കറ്റിനെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ ഭേദഗതി അന്തിമമായി പ്രാബല്യത്തിൽ വന്നാൽ സാധാരണക്കാരുടെ സാമ്പത്തിക ശീലങ്ങളിൽ വൻ മാറ്റങ്ങൾ വരും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആപ്പ് തുറന്ന് വിരൽത്തുമ്പിൽ നിന്ന് പണമെടുത്ത് അടുത്ത മാസം തിരിച്ചടയ്ക്കുന്ന ഡിജിറ്റൽ ക്രെഡിറ്റ് ലൈൻ ശീലം നിൽക്കും. ഇനി ചെറിയ തുക വായ്പ വേണമെങ്കിലും കൃത്യമായ കാലയളവുള്ള പേഴ്സണൽ ലോണുകളോ ടേം ലോണുകളോ എടുക്കേണ്ടി വരും. ഇതുവരെ ക്രെഡിറ്റ് ലൈനുകളും ഫ്ലെക്സി ലോണുകളും വിറ്റ് വൻ ലാഭമുണ്ടാക്കിയിരിക്കുന്ന പ്രമുഖ ഫിൻടെക് കമ്പനികൾക്ക് തങ്ങളുടെ ലോൺ ഉൽപ്പന്നങ്ങൾ അടിമുടി പുനഃക്രമീകരിക്കേണ്ടി വരും. ഒറ്റനോട്ടത്തിൽ ഇത് ഉപഭോക്താക്കൾക്ക് അല്പം അസൗകര്യമായി തോന്നാമെങ്കിലും അനാവശ്യമായ ധൂർത്തും ഭീമമായ പലിശ ബാധ്യതകളും ഒഴിവാക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഉപകരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഓർക്കുക, റിസർവ് ബാങ്ക് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത് ഒരു കരട് രേഖ മാത്രമാണ്. ഓഗസ്റ്റ് 28 വരെ പൊതുജനങ്ങൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇതിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇതിനുശേഷമായിരിക്കും അന്തിമ വിജ്ഞാപനം വരുന്നത്. അതുവരെ നിലവിലുള്ള സംവിധാനങ്ങൾ തുടരുമെങ്കിലും ഭാവിയിൽ ഡിജിറ്റൽ വായ്പ വിപണി ടേം ലോണുകളിലേക്ക് മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതിനാൽ ഏതെങ്കിലും ലോൺ ആപ്പിൽ നിന്നോ NBFCയിൽ നിന്നോ വായ്പ എടുക്കുമ്പോൾ അതിന്റെ കൃത്യമായ EMI ഘടനയും പലിശ നിരക്കുകളും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ സാമ്പത്തിക രംഗത്തെ വാർത്തകൾക്കായി ET മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.